എന്റെ മുത്തിന്റെ ജീവിതമാണ് ഈ പറയുന്നത്, എന്റെ ഹബീബിന്റെ പാഠമാണ് ഈ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവേ, ജീവിതത്തിൽ ഞാൻ ഇത് കേട്ടാൽ ഇതിനകത്ത് വലിയ അറിവൊന്നുമില്ലെങ്കിലും അള്ളാന്റെ പ്രവാചകരെ പറ്റിയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടോ? നിങ്ങളെപ്പോലെ ഭാഗ്യമുള്ള ഒരാളും ഇന്ന് ഈ ദുനിയാവിന്റെ പുറത്തുണ്ടാവൂല. കാരണം ഇന്നത്തെ വിഷയം ഉസ്താദ് വെച്ചത് തന്നെ എന്താണ്? ഹബ്ബുർ റസൂലാൻ. ആ പേര് തന്നെ വല്ലാത്തൊരു അത്ഭുതമാണ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരു ദിവസം കൊണ്ട് കഴിയില്ല, അത്രത്തോളം മഹത്വമുണ്ട്. ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, നിങ്ങൾക്ക് എങ്ങനാ നബി തങ്ങളെ പറ്റി ഞാൻ പഠിപ്പിക്കേണ്ടുന്നത്? ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ രണ്ട് ചെറുപ്പക്കാര്, ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് കടന്നു വരികയാ. പരിശുദ്ധമായ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ. അല്ലാഹുവേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. യമനിൽ നിന്ന് രണ്ട് ചുറുചുറുക്കുള്ള ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാര് കടന്നു വരികയാണ്. വന്നുകൊണ്ട് വിളിക്കുന്നു, ഉമർ തങ്ങളെ. എന്തിനാണ് ഇവിടെ വന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകരെ പറ്റി ഒന്ന് പഠിക്കാനാണ്. ആ നബി തങ്ങളുടെ ജീവിതം ഒന്ന് പഠിക്കാനാണ്. എങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മത ഒരുപാട് നല്ല കോലത്തില് നമ്മളിവിടെ നിന്ന് കടന്നു പോയാൽ, യമനിലേക്ക് പോയാൽ അവരോട് എങ്ങനാ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, അതിന് ഒരുപാട് പഠിക്കണ്ട, ഒരുപാട് പറയണ്ട. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഉമിനീരിനെ പറ്റി മാത്രം നിങ്ങൾ പഠിച്ചാ മതി. ഒരുപാടൊന്നും പ്രവാചകരെ പറ്റിയിട്ട് നിങ്ങൾ പറയണ്ട, ഒരുപാടൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഹബീബിന്റെ ഉമിനീരിനെ പറ്റി ഒന്ന് പഠിച്ചാൽ മതി എന്നാണ്. അള്ളാന്റെ ഹബീബിന്റെ ഉമിനീര് നമുക്കറിയാം. അല്ലാഹുവേ, ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? അള്ളാന്റെ പ്രവാചകർക്ക്, പിന്നെ അള്ളാന്റെ ഹബീബിന് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മുസ്തഫ നബി തങ്ങളുടെ ഉമിനീരിന് പോലും വല്ലാത്ത പവറാ. എന്തിനാ ഞാൻ ഇത് പറയുന്നതെന്നറിയോ? ഹബീബിനെ ജീവിതത്തിൽ വേണ്ടുന്ന കോലത്തിൽ കൊണ്ടുവരാനാണ്. അല്ലാഹുവേ, എനിക്കിന്നിപ്പോ നിങ്ങളെ വിളിക്കാളെന്നറിയും മുഹബ്ബീങ്ങളെന്നാണ്. കാരണം എന്താ? നബി തങ്ങളോട് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. കാരണം ഹബീബിനെ പറ്റിയാ പറയുന്നത്. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഹബീബിന്റെ ഹൗദുൽ കൗസർ മേടിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ പടച്ചോനെ. മനസ്സിൽ തട്ടി ആമീൻ പറയണം. ഞാൻ ആമീൻ പറയാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ പറയരുത്. അല്ലാഹുവേ, ഹബീബിന്റെ ഷഫാഅത്ത് കിട്ടുന്ന ഉത്തമ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഉപ്പമാര്, ഉമ്മമാര്, ചെറുപ്പക്കാര്, കൊച്ചുമക്കൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിനെ പറ്റി പഠിക്കാൻ നമുക്കൊന്നും വേണ്ട, വളരെ കുറച്ച് മതി, വളരെ കുറച്ചു മതി. എന്തിനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാന്റെ പ്രവാചകരുടെ ചെറുപ്പകാരമാ? യാ അല്ലാഹ്, പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലും കണ്ടിട്ടില്ലല്ലോ. അവിടുന്ന് ബഹുമാനപ്പെട്ടവര് കടന്നു വരികയാണ്. ആരുടെ കൂടെ എന്നറിയുമോ? അല്ലാഹുവേ, ആമിന ബീവി റളിയല്ലാഹു അൻഹയോടൊപ്പം കടന്നു വരികയാണ്, യാത്ര ചെയ്യുകയാണ്. അബവാ എന്ന് പറയുന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ കടന്നു വരികയോ. അവിടെ വെച്ചുകൊണ്ടാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹയും ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ അവിടെ നിന്ന് യാത്ര ചെയ്ത് നടന്ന് വന്നിട്ട് നബി തങ്ങളുടെ കണ്ണൊക്കെ അങ്ങ് ചുമക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ കണ്ണിന് വല്ലാത്ത ചുമൽ അവിടെ നിന്ന് വന്ന് സംഭവിച്ചു പോയി. ചുമന്നിട്ട് വല്ലാതെ വിഷമത്തിലായി. അങ്ങനെ അതാ അവിടെ ഉള്ളവരൊരു കമ്മിറ്റി ഉണ്ടാക്കി. എന്തിനാണ് കമ്മിറ്റി ഉണ്ടാക്കിയതെന്നറിയുമോ? ബാപ്പയില്ലാത്ത കുട്ടിയാണ്, ഉമ്മയില്ലാത്ത കുട്ടിയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ. ഈ രോഗത്തെ വെച്ചുകൊണ്ട് കടന്നു പോയാൽ അത് വല്ലാത്ത രോഗമായി അങ്ങ് മാറിപ്പോയാലോ. അങ്ങനെ അവര് കമ്മിറ്റി ഉണ്ടാക്കി. അവിടെ നിന്ന് കമ്മിറ്റിയിൽ തീരുമാനിച്ചത് ആ നാട്ടിലുള്ള ഏറ്റവും നല്ല വൈദ്യനായ ഹാരിത ബിൻ
ഖൽദ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. അല്ലാഹുവേ, നമ്മളും ഏതുപോലെ നമ്മുടെ നാട്ടിൽ നല്ലതുപോലെ ചികിത്സിക്കുന്നവരാളുണ്ടെങ്കിൽ എത്ര താമസിച്ചാലും എത്ര ടോക്കനായാലും കുഴപ്പമില്ല, കാത്തു നിന്നിട്ട് ചികിത്സിക്കുന്നവരാണ്. അന്ന് അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല വൈദ്യനാണ് ഹാരിത്ത് ഇബ്നു ഖൽദ. ഹാരിത്ത് ഇബ്നു ഖൽദാന്റെ അടുക്കലേക്ക് കൊച്ചുകുട്ടിയായ മുഹമ്മദുർ റസൂലുള്ളാഹ് പ്രവാചകരെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. അള്ളാന്റെ ഹബീബിനെ കൊണ്ടുപോയിട്ട് പറയാണ്, ബാപ്പയില്ലാത്ത കുട്ടിയാണ്, ഉമ്മയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് കണ്ണിന് വല്ലാത്ത ചുമല ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിന് വേണ്ടുന്ന മരുന്ന് നിങ്ങൾ കൊടുക്കുമോ ഹാരിത്ത് ഇബ്നു ഖൽദ? ഉടൻ തന്നെ ഹാരിത്ത് ഇബ്നു ഖൽദ എന്ന് പറയുന്ന അഗ്രഗണ്യനായ അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ്. എന്തെന്നറിയുമോ, ഈ കുട്ടിയെ ഒന്ന് ഉയരപ്പുറത്തുനിന്ന് കയറ്റി നിർത്തുമോ? ഇതുപോലെ ഉള്ള ഒരു ഉയരപ്പുറത്ത് അള്ളാന്റെ പ്രവാചകരെ അങ്ങ് കയറ്റി നിർത്തുകയാണ്. എന്നിട്ട് എന്തേ ചെയ്ത എന്നറിയുമോ? ഒരുപാട് മരുന്ന് കൊടുത്തില്ല, ഒരുപാട് അവിടെ നിന്ന് ചികിത്സിച്ചിട്ടില്ല. അവിടെ നിന്ന് തല മുതൽ കാല് വരെ, കാല് മുതൽ തല വരെ ഒന്ന് ഹാരിത്ത് ഇബ്നു ഖൽദ നോക്കുകയാണ്. എന്നിട്ട് എന്തേ മരുന്നെടുത്തതെന്നറിയുമോ? അല്ലാഹുവേ, നബൂവത്ത് പോലും കിട്ടിയിട്ടില്ലല്ലോ, പ്രവാചകരുടെ വായിൽ നിന്ന് ഉമനീരെടുക്കാൻ പറയുകയാണ്. അള്ളാന്റെ പ്രവാചകരുടെ ഉമനീരങ്ങെടുത്തിട്ട് മുസ്തഫ നബി തങ്ങളുടെ കണ്ണിലേക്ക് അങ്ങ് പുരട്ടുമ്പോ അൽഹംദുലില്ലാഹ് കണ്ണിന്റെ ചുമപ്പങ്ങ് മാറുകയാണ്. അവിടെ ഒന്നും നബൂവത്ത് കിട്ടിയിട്ടില്ല. ഞാൻ നബി തങ്ങളുടെ ചെറുപ്പാണി പറഞ്ഞത്. അവിടെ നിന്ന് നബൂവത്ത് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും അത്ഭുതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഉറക്കെ പറയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, നബൂവത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ എത്ര സംഭവങ്ങളാണ്. ഇത് നബൂവത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. എന്നിട്ട് പോലും നബി തങ്ങളുടെ കണ്ണിന്റെ ചുമപ്പ് മാറ്റാൻ മുസ്തഫ നബി തങ്ങളുടെ ആ ഉമിനീര് തന്നെ അവിടെ നിന്ന് ഹാരിത്ത് ഇബ്നു ഖൽദ എന്ന് പറയുന്ന വൈദ്യൻ അവിടെ നിന്ന് എടുത്തു വെച്ചു കൊടുത്തെങ്കിൽ മുസ്തഫ നബി തങ്ങളുടെ ഉമിനീരിന്റെ പവർ എത്ര? ആ ചെറുപ്പകാലത്തുള്ള പവർ എത്രയാണ് അല്ലേ? അള്ളാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ മുഴുവനും കബൂലാക്കട്ടെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നബി തങ്ങളുടെ ഉമിനീരിനെ പറ്റി പഠിച്ചാൽ തന്നെ മതി. നമ്മൾ ഹബീബിനെ വാരിപ്പുണരും, ഹബീബിനെ വല്ലാണ്ട് ഇഷ്ക് വെക്കും. 100% ഉറപ്പാണ് ഇല്ലേ? ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്നവർക്ക് എപ്പോഴും ദൃഷ്ടാന്തമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര അത്ഭുതങ്ങളാണ്. മുറഹിബ് രാജാവ് അവിടെ നിന്ന് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. മുസ്തഫ നബി തങ്ങളും സ്വഹാബത്തും കടന്നു പോയിരിക്കുകയാ. പക്ഷേ മുറഹിബ് രാജാവോ അവിടെ എന്തേ ചെയ്ത എന്നറിയുമോ? വലിയ കോട്ട കെട്ടിയിട്ട് ആ കോട്ടയുടെ ഉള്ളിൽ അല്ലാഹുവേ, കോട്ടയുടെ ഉള്ളിൽ ഈത്തപ്പഴവും വെള്ളവും ഭക്ഷണവുമെല്ലാം കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് തെണ്ട് കെട്ടിയിട്ട് അവര് കാത്തിരിക്കുകയാ. പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ ദിവസങ്ങളാകുമ്പോ അള്ളാന്റെ പ്രവാചകർ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ, നാളെ യുദ്ധം നടക്കും സ്വഹാബാ. ആ യുദ്ധം നടക്കുമ്പോ ഒരു കൊടി ഞാൻ ഒരു സ്വഹാബത്തിന്റെ ഒരു സ്വഹാബിയുടെ കയ്യിൽ കൊടുക്കും. ആ കൊടി പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോ ആ യുദ്ധം അങ്ങ് വിജയിക്കും സ്വഹാബാ. പടച്ചവനെ, സുബഹ് നിസ്കാരം കഴിഞ്ഞു. സ്വഹാബത്ത് മുഴുവനും മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ വട്ടം കൂടി. എന്തിനാ വട്ടം കൂടിയത്? എല്ലാവരും ഇങ്ങനെ ചുറ്റുവട്ടത്ത് വന്നിട്ട് നബി തങ്ങളുടെ ചില ആളുകളൊന്ന് തൊണ്ടനെ കാണിച്ചു കൊടുത്തു. എന്തിനാ? ഇപ്പൊ നമ്മൾ തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരാൾ വന്നാൽ അദ്ദേഹം നമ്മളെ ശ്രദ്ധിച്ചില്ല എന്നറിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? ഒന്ന് ചുമയ്ക്കും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയും, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അറിയിപ്പിക്കാനുള്ള വഴി എന്ത് നമ്മൾ ചെയ്യും? എങ്ങനെയെങ്കിലും ഒന്ന് അറിയിപ്പിക്കാനുള്ള എല്ലാ വഴിയും നമ്മൾ ചെയ്യും അല്ലെ? അതുപോലെ തന്നെയാണ് സ്വഹാബത്തിന് കൊടി കിട്ടണം. അതിന് സ്വഹാബത്ത് നിബിതങ്ങൾ ഇങ്ങനെ വട്ടം ഇങ്ങനെ ചുറ്റി. എല്ലാ സ്വഹാബത്തും നിബിതങ്ങളുടെ മുമ്പിൽ വന്നു, യാ റസൂലല്ലാഹ്. പലരും സലാം പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. ആ സമയം അതാ റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുന്നു, സ്വഹാബത്തേ
എന്റെ അലിയാർ എവിടെ സഹാബ? പടച്ചവനെ, സ്വഹാബത്ത് പറഞ്ഞു, നബിയേ അലിയാർക്ക് തീരെ വയ്യ നബിയേ. കണ്ണവിടന്ന് ചെങ്കണ്ണ് വന്നിട്ട് അവിടന്ന് കണ്ണ് അടഞ്ഞിരിക്കുകയാ നബിയേ. സഹിക്കാൻ പറ്റാത്ത വേദനയാ നബിയേ. കണ്ണടഞ്ഞു പോയി, കണ്ണു തുറക്കാൻ പറ്റൂല. സ്വഹാബത്തിന് എങ്ങനെയെങ്കിലും അലിയാർ തങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ കൊടിയൊന്ന് കിട്ടണം. അലിയാർ തങ്ങളെ ഒഴിവാക്കിയിട്ട് ഈ ഉള്ള കൊടി കിട്ടണം. നബി തങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല വിളിക്ക്, കുഴപ്പമില്ല വിളിക്ക്. അവിടെ നിന്ന് രണ്ട് സ്വഹാബത്ത് കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് വിളിക്കുന്നു, റബ്ബേ. അലിയാർ തങ്ങൾ രണ്ട് സ്വഹാബത്തിന്റെ തോളത്തിങ്ങനെ കൈവച്ചിട്ട് അതാ കടന്നു വരുന്ന കണ്ണ് കാണാൻ കഴിയുന്നില്ല. അള്ളാന്റെ പ്രവാചകർ അലിയാരോട് ചോദിച്ചു, അലിയേ എന്ത് പറ്റി അലിയേ? അലിയാര് പറഞ്ഞു, റസൂലല്ലാഹ് എന്റെ കണ്ണവിടന്ന് തുറക്കാൻ കഴിയുന്നില്ല നബിയേ. വേദന കൊണ്ട് പിളയുകയാണ് നബിയേ. അള്ളാന്റെ റസൂൽ ചെയ്ത എന്താണ്? ഒരു മരുന്നും കൊടുത്തിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ ഉമിനീര് തന്നെ എടുത്തിട്ട് അലിയാർ തങ്ങളുടെ കണ്ണിലേക്ക് അങ്ങ് പുരട്ടുമ്പോ അല്ലാഹുവേ, പിന്നീട് അലിയാർ തങ്ങൾ പറഞ്ഞു എന്തെന്നറിയുമോ? സഹാബത്തെ, ആകാശത്തൂടെ വട്ടമിട്ട് പറക്കുന്ന പരന്തുണ്ടല്ലോ, ആ കഴുകന്റെ കണ്ണിനെക്കാൾ കാഴ്ചയുണ്ടായിരുന്ന എന്റെ കണ്ണിന് എത്ര വിദൂരത്തു കൂടെ പോകുന്നതിനെയും കാണാ എനിക്ക് കഴിയുമായിരുന്നു സഹാബ. എന്തുകൊണ്ടാ ഇത് കിട്ടിയതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകരുടെ ഉമിനീരിന്റെ പവറാണ്. അള്ളാഹു എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര കഥകളാണ്. പടച്ച റബ്ബേ, ഖൈസർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കല്യാണം കഴിഞ്ഞിട്ട് കടന്നു വന്ന പുതിയ പളയാണ്, പുതുമാരനാണ്. വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ യുദ്ധത്തിന്റെ കാര്യം പറയുന്നത്. അവിടുന്ന് ഖൈസർ റളിയല്ലാഹു തആല അൻഹു അണിഞ്ഞു ഒരുങ്ങി പുതുമാരനായിട്ട് മണിയറയുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. ഈ വിളിയാളമെന്ന് കേട്ടപാട് പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ ഞാനൊന്ന് പോയിട്ട് വരാ, എന്റെ റസൂലുള്ളാഹി തങ്ങൾ എന്നെ വിളിക്കുകയാ മോളെ, അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാ എന്ന് പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങൾ കടന്നു പോവുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അമ്പയ്യാൻ ആളുകൾ ഇങ്ങനെ കാതോർത്ത് കൊണ്ട് നിൽക്കുകയാണ്. ആ സമയം അതാ ഒരാൾ അമ്പും പിടിച്ച് മുസ്തഫ നബി തങ്ങളുടെ നേരെ നിൽക്കുകയാണ്. പുതുമാരനാണെന്ന് പോലും നോക്കാതെ ഖൈസർ റളിയല്ലാഹു അൻഹു മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് നിൽക്കുകയാണ്. ആ സമയം അമ്പയ്യുന്ന ആള് പടച്ചവനെ അമ്പെയ്ത് വിടുമ്പോ മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് ചെന്ന് നിൽക്കുകയാണ്. ഈ അമ്പ പാഞ്ഞു വന്ന് കൊണ്ടത് ഖൈസർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലാണ്. അല്ലാഹുവേ, സഹിക്കാൻ പറ്റുമോ? അവിടന്ന് പുതുമാരനാണ് ഖൈസർ റളിയല്ലാഹു അൻഹു. അവിടന്ന് അമ്പതാ വലിച്ചങ്ങൂരുമ്പോ ആ അമ്പിനോടൊപ്പം ഖൈസർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൂടെ കടന്നു വരികയാണ്. വബി ഖൈസിഹിം വഖതാദത്തുൽ ഐനഹു ردت بكف المصطفى الحسنائي. പടച്ചവനെ, കണ്ണവിടം നെടാ അമ്പിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു. അവിടെ നദാ പറയുന്നു, നബിയേ ഞാൻ ഒരു പുതുമാരനാണ്, എൻ്റെ പെണ്ണെന്നെ കാത്തിരിക്കുകയാണ്, അതുകൊണ്ട് റസൂലല്ലാഹ് എനിക്കെൻ്റെ കണ്ണ് വേണം നബിയേ. അമ്പ് വലിച്ച കൂരിയിട്ട് പറഞ്ഞു. ആ അമ്പിനോടൊപ്പം കണ്ണുകൂടെ പുറത്തേക്ക് വന്നു. ആ കണ്ണിങ്ങനെ വലിച്ചൂരിയെടുത്ത് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഹബീബേ ഞാൻ ഒരു പുതുമാരനാണ്, എനിക്ക് എൻ്റെ പെണ്ണിന്റെ മുമ്പിൽ പോകണം. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, എനിക്ക് എൻ്റെ കണ്ണ് വേണം നബിയെ, എനിക്ക് എൻ്റെ കണ്ണ് വേണം. ഉടൻ തന്നെ മുസ്തഫ നബി തങ്ങൾ ചോദിച്ചു, സ്വർഗത്തിലെ കണ്ണ് പോരെ? സ്വർഗത്തിൽ ആർക്കും ഒരു കേടുമില്ല. പക്ഷെ നബി തങ്ങൾ അങ്ങനെ ചോദിച്ചത് സ്വർഗം പോരേന്നാണ്. അപ്പൊ ഖൈസർ തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല നബിയെ, എനിക്ക് എൻ്റെ ഈ കണ്ണ് എനിക്ക് ഇപ്പൊ ഇവിടെ വേണം, നാളെ സ്വർഗത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ആ കണ്ണും എനിക്ക് അവിടെ, രണ്ടും എനിക്ക് വേണം. ആള് വലിയ വില്ലനായിരുന്നു. രണ്ട് കണ്ണും എനിക്ക് വേണം, അതുകൊണ്ട് നബി എനിക്ക് വേണം. അള്ളാന്റെ പ്രവാചകർ ആ കണ്ണങ്ങ് മേടിച്ചിട്ട് ബിസ്മില്ലാ
ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മുഖത്തേക്ക് അങ്ങ് വെച്ചു. എന്നിട്ട് അവിടെ നിന്ന് ആ കണ്ണിൽ അല്പം ഉമിനീരും പുരട്ടി വെച്ചപ്പോ ആ കണ്ണിന്റെ ഭാഗത്ത് ഒരു മുറിവെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നവിടെ നിന്ന് തോന്നാത്ത കോലത്തിൽ പോലും ആയിപ്പോയെങ്കിൽ നബി തങ്ങളെ പറ്റി കേൾക്കുന്ന നിങ്ങളും മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യണം. ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാൽ നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നോ അസുഖം ഉണ്ടെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മദ്ഹ് നബി തങ്ങളുടെ മദ്ഹ് പറയുന്ന സദസ്സിൽ എന്ത് നിയ്യത്ത് വെച്ചാലും അത് അല്ലാഹു എളുപ്പമാക്കുമെന്ന് നമ്മളോട് പഠിപ്പിച്ചത് സയ്യിദുനാ അലിൻ ഖറമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇല്ലേ. അതുകൊണ്ട് ഒരൊറ്റ ചരിത്രം കൂടെ പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിലേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖൈസ് തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച കിട്ടിയതും ഈ ഉള്ള ഉമിനീരിന്റെ പവറാൻ. മുസ്തഫ നബി തങ്ങളുടെ ഉമിനീരിന്റെ പവർ ഇല്ലേ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ചരിത്രത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്ന കഥ. അതെല്ലാവർക്കും അറിയാം. ഞാൻ ആ കഥ പറയാനല്ല ഇത് പറയുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കടന്നുപോയി. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അവസാനം സഹിക്കാൻ കഴിയുന്നില്ല, പട്ടിണിയാണെന്നറിഞ്ഞ് വെള്ളം കോരാൻ അള്ളാന്റെ പ്രവാചകര് കടന്നുപോയി. നബി തങ്ങൾ കടന്നു പോയപ്പോ ആർക്കും ഒരു ജോലി ഇവിടെ ഇല്ല. അവസാനം ഇവിടെ നിന്ന് പറഞ്ഞു, ഈത്തപ്പന മരത്തിന് വെള്ളം കോരി തരണം, എന്നാൽ അതിന് ഇത്ര കാരക്ക തരാം. അവിടെ നിന്ന് സമ്മതിച്ചു. 14 തൊട്ടി വെള്ളം കോരി. 14ാമത്തെ തൊട്ടി വെള്ളം കോരുമ്പോ ആ തൊട്ടി അങ്ങ് പൊട്ടിയിട്ടങ്ങ് നേരെ കിണറ്റിൽ വീണു. അന്ന് അവിടത്തെ ഏറ്റവും വലിയ കിണറാത് ആ കിണറ്റിലേക്ക് അങ്ങ് വീണു. അല്ലാഹുവേ, തിരിഞ്ഞും മറിഞ്ഞും നോക്കിയില്ല. അള്ളാന്റെ പ്രവാചകരുടെ മുഖത്തേക്ക് ഒരൊറ്റ അടിയാ. യാ നബി തങ്ങൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇതെന്റെ മുതലാളി ഇറങ്ങിപ്പോയി, ആരെയെങ്കിലും കൊണ്ടുവരാ. എന്തിനാണ് കിണറ്റിൽ കിടക്കുന്ന തൊട്ടിയും കയറുമെടുക്കാൻ ആരും കടന്നു വരാതിരിക്കുമ്പോ അവിടെ എന്തേ ചെയ്തത്? തിരിച്ചു തന്റെ കിണറ്റിന്റെ ഭാഗത്ത് വരുമ്പോ ആ കിണറ്റിൽ കിടന്ന തൊട്ടിയും കയറും കരയ്ക്ക് കിടപ്പുണ്ട്. അല്ലാഹുവേ, ഇതെന്ത് അത്ഭുതമാ, ഇതെന്ത് കുദറത്താ. ഞാൻ ആരെയാണ് അടിച്ചത്? എല്ലാ ലക്ഷണങ്ങളും വെച്ചുകൊണ്ട് നോക്കുമ്പോ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് മനസ്സിലാവുകയാണ്. ഉടൻ തന്നെ അവിടുന്ന് എന്തേ ചെയ്തയെന്നറിയുമോ? തന്റെ അരയിൽ നിന്ന് വാളങ്ങ് വലിച്ചൂരുകയാണ്. ഇടത്തെ കയ്യിലേക്ക് അങ്ങ് പിടിക്കുകയാ, വലത്തെ കൈയുടെ പത്തി വെച്ചങ്ങ് മുറിക്കുകയാണ്. അല്ലാഹുവേ, അവിടുന്ന് ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. ആ സമയം ആ 2 ചെറുപ്പക്കാര് മതിലിന്റെ ഭാഗത്തുകൂടെ കടന്നു പോകുന്നത്. അവര് കടന്നു പോകുമ്പോ വെള്ളവും ചോരയും തമ്മിൽ ഒഴുകി വരികയാ. നോക്കുമ്പോഴാ ഒരു മനുഷ്യൻ അവിടെ നിന്ന് കിടക്കുന്നത്. കുറച്ച് വെള്ളമെടുത്ത് മുഖത്തേക്ക് അങ്ങൊഴിക്കുമ്പോൾ ബോധം വീഴുകയാണ്. ബോധം വീണപാടെ മുറിഞ്ഞു വീണ കൈപ്പത്തിയെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോവുകയാണ്. ഓടി ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്. അറിഞ്ഞില്ല നബിയേ, അറിഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല ഇത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണെന്ന്. അതുകൊണ്ട് റസൂലല്ലാഹ്, എനിക്ക് മാപ്പ് തരണേ നബിയേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോൾ ആ മുറിഞ്ഞിരിക്കുന്ന കൈപ്പത്തി വേടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ ഉമിനീരങ്ങെടുക്കുകയാണ്. ആ മനുഷ്യന്റെ കയ്യിലേക്ക് അങ്ങ് വെച്ചു കൊടുത്ത് ബിസ്മില്ലാഹ്. കൈ അവിടെ നിന്ന് മുറിഞ്ഞു പോയോ എന്ന് പോലും അറിയാത്ത കോലത്തിലായി പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളുടെ കലവറയാ പ്രവാചകരായ നബിതങ്ങളോട് അള്ളാന്റെ പ്രവാചകരുടെ മദ്ഹ് ഇങ്ങനെ ഓരോന്നായി ഉമിനീരിന്റെ മഹത്വം യമനിൽ നിന്ന് കടന്നു വന്ന ചെറുപ്പക്കാരുടെ മുമ്പിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് പറഞ്ഞു, ഉമറേ അൽഹംദുലില്ലാഹ്,
നബിതങ്ങളെ മനസ്സിലാക്കാ ഒരുപാട് വേണ്ട. ഈ കാര്യങ്ങൾ തന്നെ ധാരാളമാണ് ഉമറേ, ധാരാളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകാൻ നേരത്തെ അവര് പറയാ, ഇവിടെ വന്നത് കൊണ്ട് അൽഹംദുലില്ലാ മനസ്സ് ശുദ്ധിയായി. ഇപ്പോഴെന്താ, ഇപ്പേതാ ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് നബിതങ്ങളോടുള്ള മഹബത്ത് ഇരട്ടിയായെന്ന് എവരിൽ നിന്ന് കടന്നു വന്ന ചെറുപ്പക്കാര് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ഉമറേ, ഉമനീരിന്റെ മഹത്വം തന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിടെ ഈമാൻ അങ്ങോട്ട് കൂടിയെന്നാൻ. അല്ലാഹു തആല ഹബീബിന്റെ ഉമനീരിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. നിങ്ങളുടെ ആമീൻ വന്നാലേ നിങ്ങൾ ഉഷാറാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാഹു എല്ലാവരുടെ സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ഓരോരുത്തരും ഓരോ മോഡലാണ് നബിതങ്ങളെ സ്നേഹിക്കുക. ചില ആളുകൾ അങ്ങോട്ട് കരയും, നബിതങ്ങൾ ഓർത്താൽ അങ്ങോട്ട് കരയും, വല്ലാണ്ട് കരയും. ഇഷ്കിന്റെ കരച്ചിൽ അല്ലേ? നമ്മളെല്ലാവരും പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മദ്രസയിലും അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയും. ആ കുന്തവുമായിട്ട് കുത്താൻ വേണ്ടി പോയത് അതെന്തുകൊണ്ടാണ്? നബിതങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മുസ്തഫ നബിതങ്ങളോടുള്ള ഇഷ്ക് കൊണ്ടാണ്. ഈ ബദർ കിസ്സ പറയുന്നിടത്ത് നമുക്കറിയാം അല്ലേ? ഉരത്തിയാ മൗലൽ ഉറബ ഉശ്രിയങ്കൽ യാ ഹബീബ ഉദിമങ്കും ത്വാഹ ത്വാബ യാ റസൂലല്ലാഹ് പെരിയോനോ മൈ ഇറക്കൈ പേശും ജിന്നിൻ സിടക്കൈ പിരിശം റസൂലദാക്കൈ യാ നജി അല്ലാഹ് ഉരത്ത പോൽ ദൂതർ ചൊന്നാൽ സവാദേ നീ ചൊന്നതു എന്ന ത്വാഹാവിയുങ്കൽ എന്നെ സഫദിൽ സബക്കാൽ കത് ത്വാഹാവുങ്കളെത്തി ഖിദ്ഹാലെ കൊണ്ടു കുത്തി കവായത്ത് കൈമശത്തിൽ ആക്കിടാം നബിയേ. ബദർ കിസ്സ പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഉരത്തിയ മൗലൽ ഉറബ ഉശ്രിയങ്കൽ യാ ഹബീബ. നബിയെ, അവിടെ നിന്ന് വലിയ പുണ്യമുള്ള ആളൊക്കെയാണ്, വല്ലാതെ ശ്രേഷ്ഠമുള്ളവരാൻ, ഒരാൾക്കും കൊടുക്കാത്ത മഹത്വമുള്ളവരാൻ. പക്ഷേ നബിയെ ഖദ് ത്വാഹ ഉങ്കളത്തി ഖിദ്ഹാല ഉണ്ട് കുത്തി കവായത്ത് കൈമശത്തിലാക്കിടാൻ നബിയെ. അന്ന് സഫ് റെഡിയാക്കുമ്പോ ആ ഉണ്ടായിരുന്ന ഖിദ്ഹ് എന്ന് പറഞ്ഞാൽ വടി, ഹബീബേ ആ വടി ഉണ്ടല്ലോ, ആ കൊണ്ടുവന്ന വടി എനിക്കൊന്ന് വേണോ എന്ന് പറയാനുള്ള കാരണം എന്താ? നബിതങ്ങളോടുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നും വെച്ചിട്ടല്ല. അത് ബഹുമാനപ്പെട്ട സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഷ്ക് അങ്ങനെയായിരുന്നു. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇഷ്ക് ഉണ്ട് അല്ലേ? ഈ അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് സവാദങ്ങൾ ചെന്നതും അവസാനം പറഞ്ഞ ഇതൊന്നും പോരാ നബി കേട്ടോ, ഇങ്ങനൊന്നും പോരാ, വടി മാത്രം കിട്ടിയിട്ട് ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാനാ? ആ വസ്ത്രം കൂടെ അഴിച്ചു മാറ്റണം അല്ലേ? ബദർ കിസ്സ പറയുന്നിടത്ത് നമുക്കിതിപ്പോ അത് എടുത്തു പറയാനുള്ള സമയമില്ല. ബദർ കിസ്സ മാത്രം പറഞ്ഞാൽ ഭയങ്കര രസമാണ്, അതുപോലെ നമുക്ക് എടുത്തു പറയാനുള്ള ഒരു സമയമില്ല അല്ലേ? അതിന്റെ അവസാനം പറയുന്നുണ്ട്, നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി ഒളിന്ത് സവാദോടങ്ങടുത്തോ തീറ്റി. നൈനാർ നബി ത്വാഹ ഖമീസൈ കേറ്റി ഒളിന്ത് സവാദോടങ്ങടുത്തോ തീറ്റി. ഖമീസ് മാറ്റാൻ പറഞ്ഞു, നബിതങ്ങൾ മാറ്റിക്കൊടുത്തു. ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഹബീബേ എനിക്കൊരു വെറുപ്പില്ല കേട്ടോ, എനിക്കൊരു വെറുപ്പില്ല, എന്റെ ഇഷ്ക് കൊണ്ടുവന്നതാണ്. ഹബീബെ വല്ലാത്ത മഹബത്താൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞ പിന്നെ ഈ സാധുവിന് അങ്ങനെ ഒരു അവസരം കിട്ടൂല നബിയെ, അതുകൊണ്ടൊന്ന് വന്നതാണെന്ന് പറഞ്ഞ് മുസ്തഫ നബിതങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ സ്നേഹം കാണിച്ചു. അത് ഇഷ്കാണ്. നിങ്ങളുടെ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ എന്താ ഇന്നത്തെ ഇഷ്ക്? നബിതങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ഇഷ്ക്. ഓരോ സൈസിലാണ് ഇഷ്ക് വരുന്നത്. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഉറക്കെ പറയും, ഞാൻ നിങ്ങൾ ഒരുപാട് നേരെ ഇരുത്തൂല, ഒരുപാട് നേരെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട്. അള്ളാഹു എല്ലാവരെയും അള്ളാഹു തആല സ്വീകരിക്കട്ടെ.
അല്ലേ? അതുകൊണ്ട് എത്ര സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കൊടുക്കണം. എന്തിനാ ആദ്യം ഉമനീരിനെ പറ്റി പറഞ്ഞത്? നബി തങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. പിന്നെ ഓരോ മദ്ഹ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു സ്വഹാബത്തിന്, ഇല്ലേ? നമുക്കിന്ന് ഇപ്പൊ എവിടെ ഇന്നിപ്പോ സ്നേഹമുള്ളത്? ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ തങ്ങളുടെ ഇഷ്ക് എങ്ങനെയായിരുന്നു? മദീന വിട്ടു പോകലായിരുന്നു. ബിലാൽ തങ്ങളുടെ സ്നേഹം മദീന വിട്ടു പോയി. എന്താ കാരണം? എന്റെ റസൂലില്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട, എന്റെ ഹബീബില്ലാത്ത മദീന ഇനി എനിക്ക് വേണ്ട. എന്താ കാരണം? മദീന വേണ്ടെന്നല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കൂല. അതൊരു സൈസിലെ ഇഷ്കാണ്. നബി തങ്ങളോടുള്ള ഇഷ്ക് പല കോലത്തിലാണ്. അത് വ്യക്തമായി നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു വിഷയം കൂടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയം തന്നെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, മുസ്തഫ നബി തങ്ങൾ നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിലേക്ക് ഒന്ന് ഇറങ്ങി വരണം. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ആ സമയമേ നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം. ഹബീബ് നമ്മുടെ ജീവിതത്തിൽ വേണം, മുസ്തഫ നബി തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണം. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരുണ്ടോ? അബൂ തൽഹ റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കടന്നു പോവുകയാ. അല്ലാഹുവേ, ചെല്ലുന്ന സമയത്ത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് കിടക്കുകയാണ്, ഉറങ്ങുകയാണ്. അതാ കൂടെ ഉള്ളവർ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുണർത്താൻ കടന്നു പോകുമ്പോൾ അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകര് പറഞ്ഞ്, വിളിക്കണ്ട, എന്റെ അബൂ തൽഹ ഉറങ്ങട്ടെ, രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വിളിക്കല്ലേ സ്വഹാബാ, ഞാൻ പോവുകയാണ്. എന്റെ അബൂ തൽഹ ഉണർന്നാൽ നിങ്ങളിൽ ഒരാൾ കടന്നു വന്നിട്ട് എന്നോട് അബൂ തൽഹ ഉണർന്നു എന്ന് പറയണം. എന്റെ അബൂ തൽഹയോട് ഞാൻ വന്നിരുന്നെന്ന് പറയേണ്ട കാരണം എന്തെന്നറിയുമോ? അബൂ തൽഹ എന്നെ കാണാൽ എഴുന്നേറ്റ് വരുന്നൊരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ പറയല്ലോ. അല്ലാഹുവേ, വേദനയോടെ നൊമ്പരത്തോടെ മുസ്തഫ നബി തങ്ങളെ കടന്നു പോവുകയാണ്. ആ സമയം അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഉണരുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നീറുന്ന മനസ്സോടെ കിടക്കുമ്പോൾ അറിയാതെ ഒരാൾ പറഞ്ഞു പോയി, അബൂ തൽഹ, അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പോയി. അബൂ തൽഹ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്തേ നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നത്? എന്റെ പ്രവാചകരെ കാണാൻ ഈ ഒരു മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്ന എനിക്ക് എന്റെ പ്രവാചകരെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമായിരുന്നല്ലോ, നിങ്ങളത് കളഞ്ഞല്ലോ. ആ സമയത്താണ് അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഉള്ളവർ പറഞ്ഞു, അതിനെന്തിനാണ് അബൂ തൽഹ നിങ്ങൾ പേടിക്കുന്നത്? കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളെ വിടാൻ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അബൂ തൽഹ, വല്ലാഹ് എനിക്കെന്റെ റസൂലുള്ളാഹിനെ കാണണ്ട. ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ ഉപ്പമാര് ഉമ്മമാര് എല്ലാവരും മനസ്സുകൊണ്ട് പറയുന്നത് എന്താണ്? അല്ലാഹുവേ, മരിക്കുന്ന സമയത്തെങ്കിലും അല്ലാഹുവിന്റെ ഹബീബിനെ വന്ന് കാണിക്കണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് മനസ്സ് പൊട്ടിയിട്ട് കിടക്കുന്നതെങ്കിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വേണ്ട, എന്നെ വിളിക്കണ്ട, എന്റെ റസൂലുള്ളാഹിനെ വിളിക്കണ്ട. അല്ലാ അല്ലാ, അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. ഈ വാർത്ത അറിഞ്ഞിട്ട് സഹിക്കാൻ കഴിയാതെ സങ്കടത്തോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ അല്ലാഹുവിന്റെ പ്രവാചകർ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നിട്ട് ആളുകളോട് ചോദിക്കുകയാണ്, എന്തേ എന്റെ അബൂ തൽഹ സങ്കടത്തിൽ കിടന്നിട്ട്, എന്റെ അബൂ തൽഹ ഉണർന്നിട്ട് എന്തേ ഒരു വാക്കുപോലും നിങ്ങൾ പറയാ എന്റെ അടുക്കലേക്ക് നിങ്ങൾ വരാത്തത്? സ്വഹാബാ, എന്തേ നിങ്ങൾ
വരാത്തത്? ഉടൻ തന്നെ അവിടെ നിന്ന് പറയുകയാണ്, ഹബീബേ ഞങ്ങൾ വരാ ഒരുങ്ങിയതാണ്, പക്ഷേ അവിടെ അബൂ തുൽഹ വിട്ടില്ല നബിയേ. അബൂ തുൽഹ പറഞ്ഞു പോയത്, എന്റെ പ്രവാചകർ എനിക്ക് കാണണ്ടെന്നാ നബിയേ, എന്റെ റസൂലുള്ളാഹി എനിക്ക് കാണണ്ടെന്നാണ് അബൂ തുൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയതെന്ന് പറയുമ്പോ എന്തേ കാരണം ചോദിച്ചു. ആ സമയം അവര് പറഞ്ഞത്, എന്റെ റസൂലുള്ള വരുന്ന വഴിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് കളിയാക്കുന്നവരുണ്ട്, അവരാരെങ്കിലും എന്റെ പ്രവാചകരെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിച്ചാൽ അല്ലാഹുവേ എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് പ്രവാചകരെ വിളിക്കണ്ടെന്ന് പറഞ്ഞു പോയത്. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു കൊള്ളുക, അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ പോലും അല്ലാഹുവിന്റെ പ്രവാചകരെ കാണണ്ട എന്ന് പറഞ്ഞത് നബി തങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല, നബി തങ്ങളോടുള്ള ദേഷ്യം കൊണ്ടല്ല, മറിച്ചോ മുസ്തഫ നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്. മുസ്തഫ നബി തങ്ങളോടുള്ള അടങ്ങാത്ത ഇഷ്ടവും അടങ്ങാത്ത സ്നേഹവും കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കണം, ഇഷ്ക് പല കോലത്തിലാണ്. ചില ആളുകൾ പാട്ട് പാടും നബി തങ്ങളോടുള്ള ഇഷ്ക് വരുമ്പോൾ, ചില ആളുകൾ സ്വലാത്ത് ചൊല്ലും, ചില ആളുകൾ നബി തങ്ങൾക്ക് ഉള്ള ആ ഒരു സന്തോഷം പറഞ്ഞിട്ട് ഭക്ഷണം വെച്ചു കൊടുക്കും. എല്ലാം ഇഷ്കിന്റെ ഭാഗമാണ്. മരണത്തിന്റെ വേളയിൽ കാണണ്ടെന്ന് പറഞ്ഞത് നബി തങ്ങളോടുള്ള വെറുപ്പല്ല, മുസ്തഫ നബി തങ്ങളോടുള്ള അനുരാഗമാണ്, ഇഷ്കാണ് അവർക്കുള്ള. ഇല്ലേ, നമുക്കിന്ന് ഇവിടെ നമ്മളൊന്നിപ്പോ ഒരു വാലിന്റെ സദസ്സിൽ വന്നാൽ പോലും ഞാനും നിങ്ങളും അല്ലാഹുവേ നമുക്കൊന്ന് ഉറക്ക സ്വലാത്ത്, നിങ്ങൾ ചൊല്ലുന്നുണ്ട് കേട്ടോ, നമുക്കൊന്നിപ്പോ ഒന്ന് ഉറക്ക സ്വലാത്ത് ചൊല്ലാൻ പോലും നമ്മളെ കൊണ്ട് പറ്റണില്ല. അങ്ങനത്തെ അവസ്ഥയല്ലേ. അല്ലാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ. വാപ്പ ഒന്ന് ഉറക്കെ പറയാം, അല്ലാഹു നമ്മളെല്ലാവരെയും പടച്ചറബ് രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഞാൻ വലിയൊരു വലിപ്പൊന്നും നോക്കിയല്ല ഞാൻ പറയാ, ഉള്ളവരോട് പറയാൻ, അല്ലാഹുവേ ഈ സദസ്സിൽ വന്നവരെ ഹബീബിനോടുള്ള ഇഷ്കിന്റെ അനുരാഗത്തിന്റെ സന്തോഷം കൊണ്ട് അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. നിങ്ങളുടെ മനസ്സ്, ഇവിടെ ഒരുപാട് മലക്കുകളുണ്ട്, നമ്മൾ കാണൂല, ഒരുപാട് മലക്കുകളുണ്ട്. അപ്പൊ ആ മലക്കളുടെ കാവൽ നമുക്ക് കിട്ടും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇല്ലേ, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വെക്കുന്നത് നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റിയിട്ടാണ്. നബി തങ്ങളുടെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ തൊപ്പി ധരിക്കുന്നുണ്ട്, തലമറയ്ക്കുന്നുണ്ട്, ഓരോന്നും എന്തെല്ലാം ചെയ്യുന്നു, നിസ്കാരത്തിന്റെ ഇടയിലുള്ള പലതും, അങ്ങനെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന് വേണ്ടി ചെയ്യുന്നു. അത് നബി തങ്ങളോടുള്ള ഇഷ്കാണ്, നബി തങ്ങളോടുള്ള സ്നേഹമാണ്. ഇല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അതും നബി തങ്ങളോടുള്ള ഇഷ്കാണ്. അല്ലേ, ചില കാര്യം നബി തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു, ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ആ കൊണ്ടുവരുന്നത് വെറുതെ ആവൂല, മുസ്തഫ നബി തങ്ങളോടുള്ള ഇഷ്കാവും. അതുകൊണ്ടാണ് ഇവിടെ സന്തോഷം ഞാൻ പഠിപ്പിച്ചു തരാ. നമ്മൾ ഈ പഠിപ്പിച്ച അബൂ തുൽഹ റളിയല്ലാഹു അൻഹു തന്നെ ഒരു വേള അതാ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് കടന്നു പോവുകയാ. ഇതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന 2 ഖുർആനിന്റെ ആയത്തുണ്ട്. യാ അവിടെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അങ്ങനെ കടന്നു പോയിട്ട് സലാം പറയുന്നു. പക്ഷേ സലാം പറഞ്ഞിട്ട് മുസ്തഫ നബി തങ്ങളൊന്നും മിണ്ടുന്നില്ല. നബി തങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ആ പൂമുഖത്തേക്ക് നോക്കുമ്പോ തന്നെ മഹാനുഭാവന് മനസ്സിലായല്ലോ, എന്തേ സങ്കടം വന്നിട്ടുണ്ട്, എന്തേ ദുഃഖം വന്നിട്ടുണ്ട്. അവിടെ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു അധികമൊന്നും സംസാരിച്ചില്ല. അവസാനം നബി തങ്ങളോടൊപ്പം ജമാഅത്തിന്റെ നിസ്കാരത്തിന് വേണ്ടി കടന്നു പോവുകയാ. നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ തുൽഹ നോക്കുമ്പോ ഫതബസ്സമ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകര് പുഞ്ചിരിക്കുകയാണ്. നബി തങ്ങൾ പുഞ്ചിരിക്കുന്ന കാണുമ്പോ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്,
എന്തേ ഞാൻ കടന്നു വന്ന സമയത്ത് വല്ലാത്ത സങ്കടമുണ്ടായിരുന്നല്ല നബിയേ, വല്ലാത്ത വിഷമമുണ്ടായിരുന്നല്ല നബിയേ, എന്ത് പറ്റിയെന്ന് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ഞാൻ നിസ്കാരത്തിന് വേണ്ടി കടന്നു വന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് എന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടായിരുന്ന സഹാബാ, ആ ടെൻഷനോടെ സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഗഗനലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മാലാക മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വരുന്നത്. മലക്ക് ജിബ്രീൽ വന്നിട്ട് അവിടെ നിന്ന് ഓതി തന്നു, ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ അസ്മാഉൽ ഹുസ്ന എന്ന് തുടങ്ങുന്ന പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകൾ എനിക്ക് ഓതി തന്നപ്പോ എന്റെ സങ്കടമങ്ങ് മാറി. അബൂ തൽഹ, എന്റെ വിഷമം അങ്ങ് മാറിയല്ലോ അബൂ തൽഹ. ഇന്നിവിടെ ഇരിക്കുന്ന ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിലിന്ന് സങ്കടങ്ങളേ ഉള്ളൂ, വിഷമങ്ങളേ ഉള്ളൂ, ദുഃഖങ്ങളേ ഉള്ളൂ, വേദനകളേ ഉള്ളൂ, കണ്ണീരുകളേ ഉള്ളൂ. ഏത് ടെൻഷൻ വന്നാലും മുസ്തഫ നബി തങ്ങൾ അവിടെ നിന്ന് ചൊല്ലാൻ പഠിപ്പിച്ചത് ഹുവല്ലാഹുല്ലദീ, പരിശുദ്ധമാക്കപ്പെട്ട ഈ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ഓതിക്കൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിന്റെ ഏത് വലിയ പ്രതിസന്ധിയാണോ, ഏത് വലിയ സങ്കടമാണോ, ഏത് വലിയ ദുഃഖമാണോ, ഏത് വലിയ ദുരിതമാണോ, ആ ദുഃഖവും ആ പ്രയാസവുമെല്ലാം അല്ലാഹു തആല മാറ്റിത്തരുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു അലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആയത്താണ് ഈ ആയത്ത്. നമ്മൾ ഓതിയാല് നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും എന്ത് സങ്കടം വന്നാലും ഇതങ്ങ് ഓതണം. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, നബി തങ്ങളോടുള്ള ഇഷ്കിന്റെ പ്രതിഫലവും അള്ളാഹു നമുക്ക് തരും. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി അള്ളാഹിന്റെ പ്രവാചകരാ നമ്മളിത് പഠിപ്പിച്ചത്. നമ്മൾ ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ നിയത്ത് വെക്കണം, പടച്ചോനെ എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ചത് ഞാൻ ഈ ചെയ്യുന്നത്, അതിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നാരൊപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിജയിക്കും. നബി തങ്ങൾ എന്ത് പഠിപ്പിച്ചു ആ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അപ്പം അല്ലേ. ഇതിന്റെ പ്രിയപ്പെട്ട സംഘാടകർ മാഷാ അല്ലാ, വലിയൊരു അത്ഭുതമാണ് അവര്, വലിയൊരു സംഭവം തന്നെയാണ് മാഷാ അല്ലാ. അവരെ പൊക്കി പറയല്ല, അവരതിൻ്റെ ഇടയിലൂടെ ഈ ഒരൊറ്റ നീയത്താണ് അവരുടെ ഖൽബിലെങ്കിൽ അവർക്ക് അതിനുള്ള കൂലി അല്ലാഹു തആല കൊടുക്കും. അത് നബി തങ്ങളോടുള്ള ഒരു ഇഷ്കും കൂടെയാണത്. അല്ലാഹു അതിനുള്ള പ്രതിഫലം എല്ലാവർക്കും അല്ലാഹു തആല കൊടുക്കട്ടെ. പക്ഷെ വേറൊന്നുകൂടെ ഉണ്ട്, ഏത് ടെൻഷനും ഏത് സങ്കടത്തിനും അല്ലാഹുവിന്റെ ഖുർആൻ മരുന്നാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാൻ. എന്തിന്? ഒരു വേള നബി തങ്ങളെ സങ്കടപ്പെട്ട് വിഷമിച്ച് വീട്ടിൽ കിടക്കാൻ അള്ളാഹിന്റെ സ്നേഹാൻ, അള്ളാഹുവിന്റെ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നബി എന്ത് കിടപ്പായത്, എന്ത് കിടത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. അല്ലാഹുവിന്റെ പ്രവാചകരോട് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് വന്നിട്ട് വിളിക്കുന്നു, നബിയേ ഇതെന്ത് കിടപ്പാ നബിയേ. യാ അയ്യുഹൽ
മുസമ്മിൽ, അല്ലയോ പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന നബിയെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ, നബിയെ കുറച്ച് നിസ്കരിക്കണം നബിയെ രാത്രിയില്. അത് മാത്രവുമല്ല, വറത്തിലിൽ ഖുർആന തർത്തീലാ, അത് മാത്രല്ല നബി എങ്ങനെ കിടക്കരുത്. എന്തിനെങ്ങനെ പുതപ്പം മൂടിയിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എഴുന്നേൽക്കുന്ന ഹബീബേ, എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് നിസ്കരിക്കും. അള്ളാഹുവിന്റെ ഖുർആന്റെ ആയത്തുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറയാൻ, അള്ളാഹുവിന്റെ സ്നേഹം അത്, വിഷമിക്കല്ലേ നബിയെ, ഒന്ന് എഴുന്നേറ്റിട്ട് കുറച്ച് നിസ്കരിച്ചിട്ട് വറത്തിലിൽ ഖുർആന തർത്തീല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വളരെ സാവധാനത്തിൽ ഓതാൻ. യാസീമൽ ഖുർആനിലൊക്കെ അതല്ല, അങ്ങനല്ല. നല്ലത് നമ്മൾ ഇനി ഓതുന്ന എൻ്റെ പൊന്നാര വാപ്പമാരെ, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ഒരു ഖത്തമാണെങ്കിൽ പോലും വേണ്ട, ഒരു പേജാണെങ്കിൽ പോലും, ഒരു ഒറ്റ പേജാണെങ്കിൽ പോലും അത് വേണ്ടുന്ന കോലത്തിലോ അവിടെ നമുക്ക് അതിന്റെ കൂലി കിട്ടുക അല്ലേ. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെ ഓതിയാലും മതി, അതിന് വല്ലാത്ത പുണ്യമാണ്. ഓതുന്നതിന് ഓരോ മഹത്വങ്ങളുണ്ട്. ചില ആളുകൾ പറഞ്ഞാൽ 5 ഖത്തം തീർത്തു, 5 ഖത്തം നിങ്ങൾക്ക് ലഭിക്കൂല. കാരണം അത് മൊത്തം നിങ്ങൾ ശപിച്ചിട്ടുണ്ടാവും. കാരണം ഓതേണ്ടുന്ന കോലത്തിലല്ല ഓതാം. ഒരു പേജ് ഓതിയാലും അള്ളാന്റെ ഹബീബിനോട് പോലും മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞത് വറത്തിലിൽ ഖുർആന തർത്തീല, നബിയെ സാവധാനത്തിൽ ഓതി നബിയെ. അങ്ങനെ ഓതി എല്ലാ ടെൻഷനും മാറുന്നാണ്, എല്ലാ സങ്കടവും മാറുന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ആയത്തുകൾ നമ്മൾ മോദിയാൽ അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് സൂറത്തുൽ മുസമ്മിൽ ജീവിതത്തിൽ പാരായണം ചെയ്യാൻ പറയുന്നത്. ഇന്ന് രോഗത്തിന്റെ മേൽ രോഗങ്ങളായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാ. അള്ളാന്റെ പ്രവാചകർ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു, ഞാൻ ഈ സൂറത്തിന്റെ ഒരു മഹത്വം പഠിപ്പിക്കാൻ സമയമില്ല. അല്ലാഹുവേ, മസ്ജിദുൻ നബവിയുടെ ചാരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അലിയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോൾ പടച്ചവനെ, അവിടെ നിന്ന് ഒരാൾ കടന്നു വന്നിട്ട് പറയുന്നു, നബിയെ, അല്ല അലിയേ, അല്ലാഹു എനിക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട 2 മക്കൾക്കും രോഗമാണ് അലിയേ. എനിക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്, ആ 2 മക്കൾക്ക് രോഗാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയം കൊണ്ട് പറയുന്നു വിട്ടു. ഒരു സ്വലാത്ത് എല്ലാവരും ഉറക്കെ ഒന്ന് ചൊല്ലിക്കേ മദീനയിലേക്ക്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ സ്വലാത്ത് ചൊല്ലി മുഴുവൻ ആളുകളെയും ഹബീബിന്റെ പരിശുദ്ധമായ ശഫാഅത്ത് കിട്ടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹൗദുൽ കൗസർ ലഭിക്കുന്നവരുടെ കൂട്ടത്തില് നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ബിഹഖിൻ നബിയ്യ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല സദസ്സിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. എല്ലാവരും, ചില ആളുകൾ ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞ റോഡിന് പഴഞ്ചോറൊന്നിട്ടല്ല കാര്യമുണ്ട്. ചില ആളുകൾ അങ്ങനെ ചിന്തിക്കും. ഏതായാലും ഇവിടെ അങ്ങനെ ഇല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല. ഇപ്പം എത്ര മണിയായി? 10:50 ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് എൻ്റെ സമയമായി ഒരു അരമണിക്കൂറോടെ ചോദിക്കാൻ, അത്ര ഇപ്പം അങ്ങോട്ട് ചോദിക്കുന്നുള്ളൂ. ഈ ഒരു അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിങ്ങൾ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് മതി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഉണ്ടാകുമെന്നുള്ളവർ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഉസ്താദ് എന്ന് പറയാൻ എന്നാലും എനിക്ക് പറയാൻ ഉഷാറുണ്ടാവുമല്ലോ. അങ്ങനെ പറയാൻ ആഗ്രഹമുള്ളവർ ചെറുതായിട്ടൊന്ന് കൈ കാണിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് പറയാന്നുണ്ടെങ്കിൽ മാഷാ അല്ലാഹ് താഴ്ത്തിയിട്ടോളി. ആ കരങ്ങൾ കൊണ്ട് ഹബീബിൻ്റെ ഹൗദുൽ കൗസർ മേടിച്ചു കുടിക്കുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ വലിയ സങ്കടം വന്നിട്ട് പറയുന്നത്, നബിയെ സഹിക്കുന്നില്ല, മക്കൾക്ക് 2 രോഗമുണ്ട്. ഇവിടെ ഒരുപാട് കൊച്ചുമക്കളുണ്ട്. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. പറയും വാപ്പ, നല്ല ബുദ്ധി കൊടുക്കട്ടെ. നമ്മൾ മരിച്ചു കിടന്നാൽ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന മക്കൾ അള്ളാഹു തആല നമുക്ക് തരട്ടെ. മക്കൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിനൊരു വല്ലാത്തൊരു പവർ. അവരുടെ മനസ്സിലുള്ള സങ്കടം, പടച്ചോൻ എൻ്റെ വാപ്പാണല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മയ്യത്ത് അല്ലാഹുമ്മ ഗഫിർ ലഹു എന്ന് പറഞ്ഞാൽ, അല്ലാഹുമ്മ ഗഫിർ ലഹ എന്ന് ഉമ്മാക്ക് വേണ്ടി പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ ഉള്ളത്?
അതിനേക്കാൾ വലിയൊരു ആനന്ദം എന്താണ്? അതുകൊണ്ട് പടച്ചോനെ, നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുന്ന, നമ്മുടെ ഖബർ സിയാറത്ത് ചെയ്യുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അല്ലാഹ് നമ്മൾ ചെയ്തതിനൊക്കെ പകരം അവർ നമുക്ക് സന്തോഷം നൽകുന്ന മക്കളാക്കി നീ മാറ്റണേ പടച്ചവനെ. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കി ഈ രണ്ട് മക്കൾ വല്ലാത്ത രോഗാൻ. അല്ലാഹുവേ, അവിടുന്ന് കടന്നു വരികയാ. ഈ സദസ്സ് അവിടുന്ന് പിരിയാ നേരം നമ്മുടെ കണ്ണു നിറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞിട്ടാ നിർത്തുന്നത്. അല്ലാഹുവേ, ഈ രണ്ട് മക്കളുടെ കാര്യം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. കൊച്ചുമക്കളാണ് അലിയേ, അവര് വേദന കൊണ്ട് വിളിക്കുന്നുണ്ട് അലിയേ. സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല, വിഷമം സഹിക്കാൻ കഴിയുന്നില്ല, ദുഃഖം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്നൊന്ന് തരുമോ? ഉടൻ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാ, ഒരു മരുന്ന് ഞാൻ തരാ. ആ മരുന്ന് നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാല് അല്ലാഹു നിങ്ങളുടെ മക്കളുടെ ഏത് രോഗമാണോ ആ രോഗത്തിന് അല്ലാഹു ശമനം കൊടുക്കുമെന്ന് മാത്രമല്ല, അത് ഹബീബിനോടുള്ള മഹബ്ബത്ത് കൂടിയാ. ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിക്കുന്നൊന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ അവിടെ നിന്ന് പറയുകയാ, യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ്. ആ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവേ, വേദനയോട് നൊമ്പരത്തോടെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് ഓടുകയാണ്. വീടിന്റെ അകത്തട്ടില് 7 ദിവസമാണ് കുട്ടികൾക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുത്തത്. സൂറത്തുൽ മുസമ്മിൽ മുഴുവനായിട്ട് ഓതി കൊടുക്കുകയാ. പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് ആരോഗ്യം വരികയാണ്. പ്രിയപ്പെട്ട പുന്നാര മക്കള് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി, ചാടാൻ തുടങ്ങി. ആ രണ്ട് മക്കളെയും ഒക്കെ തിരുത്തിയിട്ട് ഈ സ്വഹാബി അലിയാർ ഇബ്നു തങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വരികയാണ്. യാ അലിയേ, എന്റെ മക്കള് ചിരിക്കുന്നല്ലോ, എന്റെ മക്കള് സന്തോഷിക്കുന്നല്ലോ, എന്റെ മക്കൾ ആനന്ദിക്കുന്നല്ലോ. അതിനുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്, സൂറത്തുൽ മുസമ്മിലാണ്. എന്റെ മക്കളുടെ അവസ്ഥയൊന്ന് പറയട്ടെ അലിയേ. എന്റെ മക്കളുടെ ശരീരം മുഴുവനും പൊള്ളി വന്നിട്ട്, അത് മുറിഞ്ഞങ്ങ് പൊട്ടിയിട്ട്, അതിലൂടെ ചലങ്ങൾ വന്നിട്ട് സങ്കടത്തിലാ. ഞങ്ങൾ കൊച്ചുമക്കളെ എടുത്തങ്ങ് ചേർത്ത് പിടിച്ചാൽ അവിടെ നിന്നതാ നമ്മുടെ ശരീരവും അവരുടെ മുറിവും തങ്ങളങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. വലിച്ചെടുക്കുമ്പോ അല്ലാഹുവേ, പൊന്നുമക്കളുടെ ശരീരത്തുള്ള ആ മുറിവങ്ങ് പൊട്ടുകയാ. അത്രയും വേദനയോട്, അത്രയും സങ്കടത്തോട്, അത്രയും നൊമ്പരത്തോട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കള് കരഞ്ഞതാണ്. മുസ്തഫ നബി തങ്ങളോടുള്ള അനുരാഗവും ഇഷ്കും വെച്ചുകൊണ്ട് സൂറത്തുൽ മുസമ്മിൽ ഓതിയപ്പോ